560 മുതൽ 599 വരെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫൗണ്ടർ ഓഫ് ഇക്വിറ്റബിൾ ലേബർ എക്സ്ചേഞ്ച് റോബർട്ട് ഓവൻ. റോബർട്ട് ഓവൻ വാസ് ദ ഫൗണ്ടർ ഓഫ് ഇക്വിറ്റബിൾ ലേബർ എക്സ്ചേഞ്ച്. നോ കോമ്പറ്റീഷൻ, നോ മണി, നോ പ്രോഫിറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് മെയ്ഡ് ബൈ റോബർട്ട് ഓവൻ. No competition, no money and no profit is a statement made by Robert Owen. Father of cooperative store movement in the world, Rockdale Equitable Pioneers Society. Father of cooperative store movement in the world is Rockdale Equitable Pioneers Society. Rockdale Pioneers was founded in 1844. 1844 റോക്ക്ഡേൽ പൈനിയേഴ്സ് സൊസൈറ്റി രൂപീകൃതമായത്. Rockdale Pioneers was started with a share capital of 28 pounds. Rockdale Pioneers was started with a share capital of 28 pounds. Rockdale Equitable Pioneers Society was registered under Friendly Society Act 1793. 1793 ഫ്രണ്ട്ലി സൊസൈറ്റി ആക്ട് പ്രകാരമാണ് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയേഴ്സ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ് റെഫേഴ്സ് ടു ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ് റെഫേഴ്സ് ടു ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ദ ഫസ്റ്റ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ ഇൻ ദ ഇയർ 1905. 1905 ഇന്ത്യയിലെ ആദ്യത്തെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി നിലവിൽ വന്നത്. The first consumer society was established in India in the year 1905. The year in which first central land mortgage bank constituted in Madras, 1929. 1929 മദ്രാസിൽ ആദ്യമായി സെൻട്രൽ ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക് നിലവിൽ വന്നത്. ഫസ്റ്റ് മിൽക്ക് സപ്ലൈ യൂണിയൻ ഇൻ കേരള, കാലിക്കറ്റ് മിൽക്ക് സപ്ലൈ യൂണിയൻ. കേരളത്തിലെ ആദ്യത്തെ മിൽക്ക് സപ്ലൈ യൂണിയൻ കാലിക്കറ്റ് മിൽക്ക് സപ്ലൈ യൂണിയനാണ്. ദ വേർഡ് ഡിബഞ്ചർ ഈസ് ഡെറിവേർഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ഡിബർ. ഡിബർ എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഡിബഞ്ചർ എന്ന വാക്ക് ഉത്ഭവിച്ചത്. എ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റഡ് ബൈ RBI ഇൻ 1969 ലീഡ് ബാങ്ക് സ്കീം. എ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻ 1969 is lead bank scheme. Foreign Exchange Management Act was passed in 2000. Foreign Exchange Management Act was passed in 2000. അടുത്ത ചോദ്യം. The difference between interest charged by the bank and paid by the bank is margin. The difference between interest charged by the bank and interest paid by the bank is known as margin. ഒരു ബാങ്ക് ജനങ്ങൾക്ക് ലോൺ നൽകുകയും അതിന് വാങ്ങുന്ന ഇൻട്രസ്റ്റും ജനങ്ങളിൽ നിന്നും ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നതിന് അവർക്ക് നൽകുന്ന ഇൻട്രസ്റ്റും, ഈ രണ്ട് ഇൻട്രസ്റ്റുകളും തമ്മിലുള്ള ഡിഫറൻസ് ആണ് മാർജിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ ദ ബാങ്ക് ആൻഡ് പെയ്ഡ് ബൈ ദ ബാങ്ക് ഈസ് മാർജിൻ. Receipts and disbursement statement of cooperative society is a classified summary of cash book. Receipt and disbursement statement of a cooperative society is a classified summary of cash book. Receipts and disbursement എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സംഘത്തിൻ്റെ വരവ് ചിലവ് രേഖപ്പെടുത്തലുകളാണ്. Dividend register is to be kept for 7 years. Dividend register is to be kept for 7 years. ട്രസ്റ്റി ഓഫ് ഡിബഞ്ചർ ഈസ് രജിസ്ട്രാർ. ഡിബഞ്ചറിൻ്റെ ട്രസ്റ്റി എന്നറിയപ്പെടുന്നത് രജിസ്ട്രാറാണ്. ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ഈസ് വെസ്റ്റ് ബംഗാൾ നാദിയ ഡിസ്ട്രിക്റ്റ്. ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അഥവാ ICDP പ്രോഗ്രാം ഇന്ത്യയിൽ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് വെസ്റ്റ് ബംഗാളിലെ നാദിയ എന്ന ജില്ലയിലാണ്. People's Bank for Northern India was written by Dupont. People's Bank for Northern India was written by Dupont. Takavi loans was a recommendation of Farming Commission in 1890.
Takavi loan was a recommendation of Farming Commission in 1890. Bankers Institute of Rural Development is situated at Lucknow. Bankers Institution of Rural Development is situated at Lucknow. Who established Kerala Dinesh BD Cooperative Society? G.K. Panikkar. G.K. Panikkar established Kerala Dinesh BD Cooperative Society. Unicop in Japan was established in 1961. 1961 യൂണികോപ്പ് ജപ്പാനിൽ നിലവിൽ വന്നത്. DV file is kept by valuation officer. DV file is kept by valuation officer. Debenture is a written dash of debt. Answer acknowledgement. Debenture is a written acknowledgement of debt. Written acknowledgement of debt എന്നാണ് ഡിബഞ്ചർ അറിയപ്പെടുന്നത്. The difference between sale and cost of sale is gross profit. വിൽപ്പനയ്ക്ക് ആവശ്യമായ ചെലവുകളും തമ്മിലുള്ള വ്യത്യാസമാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഒരു സ്ഥാപനത്തിലെ ഡയറക്റ്റ് ഇൻകവും ഡയറക്റ്റ് എക്സ്പെൻസും തമ്മിലുള്ള വ്യത്യാസമാണ് ഗ്രോസ് പ്രോഫിറ്റ്. The difference between sale and cost of sale is gross profit. Chairman of CAP, Chief Minister. Chairman of CAP, Chief Minister. Madhav Das Committee is associated with urban banks. Madhav Das Committee is associated with urban banks. Budget presented after financial year is known as supplementary budget. Budget presented after financial year is known as supplementary budget. Donation may be issued from dash fund, common good fund. Donation may be issued from common good fund. NFDB, National Fisheries Development Board, is situated at Hyderabad. National Fisheries Development Board is situated at Hyderabad. Written documentary evidence of original is known as primary voucher. Written documentary evidence of original is known as primary voucher. Chairman of Royal Commission on Agriculture, H. Calvert. Chairman of Royal Commission on Agriculture, H. Calvert. The first Indian who represented India in ICA was Ramadas Pandalu. The first Indian who represented India in ICA was Ramadas Pandalu. IFCF means National Federation of Cooperative Fisheries. IFCF means National Federation of Cooperative Fisheries. IFDB means National Fisheries Development Board and IFCF means National Federation of Cooperative Fisheries. Interest on deposit is a dash income. Interest on deposit is a revenue income. Secretary of a cooperative society is dismissed by managing committee. Secretary of a cooperative society is dismissed by managing committee. Expenditure to keep asset in good condition. Expenditure to keep assets in good condition, revenue. Expenditure to keep assets in good condition is revenue. Cooperative farming society is a dash type of society. Agricultural non-credit society. Cooperative farming society is a agricultural non-credit society. Direct agricultural loan given by government was Takavi loans. Direct agricultural loan given by government was Takavi loans.